Namaste, welcome back viewers, welcome back to WinTrader. ഞാൻ ഇന്നത്തെ നിഫ്റ്റിയുടെ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 24th മാർച്ചിലെ നിഫ്റ്റിയുടെ മൊമെൻറ്റ്സ് ആണ് ഇത് കാണിക്കുന്നത്, അതിൻ്റെയും ഓപ്ഷൻസിൻ്റെയും. അപ്പം ഇന്ന് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബൈയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊന്ന് കയറിയിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട് താഴേക്ക്. അപ്പോൾ താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഒരു സെൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സ് പോയിട്ടാണ് പിന്നെ താഴേക്ക് പോയിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂസിങ് ആണ്. ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ പുട്ട് എടുക്കണോ കോൾ എടുക്കണോ, മാർക്കറ്റിൽ ആക്ച്വലി പ്രോഫിറ്റ് കിട്ടുമോ, രണ്ടിൻ്റെയും ഇടയ്ക്ക് എടുക്കുന്നൊരവസ്ഥ, നമുക്കൊരു ട്രേഡ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പം നഷ്ടമില്ലാതെ നമുക്ക് നല്ല ആക്യുറേറ്റ് ആയിട്ടൊരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം, ഒരു നല്ല സിഗ്നലും ഒരു ഫേക്ക് സിഗ്നലും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും. അപ്പം ഇന്നത്തെ ട്രേഡിൻ്റെ എക്സാമ്പിളിലൂടെ കാണിക്കുകയാണ്. അപ്പോൾ വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യണം. ഒരു ലൈവ് ട്രേഡ് നിങ്ങൾക്ക് സ്വന്തമാണ്, നിങ്ങൾക്ക് വിളിക്കാം. കോൾ എന്നെ 8139039994 ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുത്ത് നോക്കിയതിന് ശേഷം മാത്രം വിശ്വസിച്ചാൽ മതിയാവും. കൂടുതൽ നീട്ടാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ഞാൻ നിഫ്റ്റിയുടെയും അതിൻ്റെ ഓപ്ഷൻസ് 17 പുട്ടും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിഫ്റ്റി കാണാൻ പറ്റും. ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഓപ്പണായി ലൈവ് റേറ്റ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ബാർ ചാർട്ടാണ്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വസ്തു എന്ന് പറഞ്ഞാൽ ക്യാൻഡലിൻ്റെ കളേഴ്സാണ്. ഇതിനകത്ത് ഗ്രീനും റെഡും മിക്സപ്പായിട്ട് വരുന്ന കളേഴ്സ്, ഗ്രീൻ ബൈയും റെഡ് സെല്ലുമാണ്. അതോടൊപ്പം കളർ ചേഞ്ച് കാണിച്ചിരിക്കുന്ന കളേഴ്സ് സൈഡ് വേസ് ആണ്. അപ്പോൾ നമുക്കൊരു ഇതുപോലെ വ്യക്തമായിട്ട് നമുക്കൊരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് കളർ ചേഞ്ച് പ്രകാരം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും മാർക്കറ്റ് പ്രോപ്പർ ബൈ ആണോ സെല്ലാണോ അതോ ഇപ്പോൾ കൺസോൾട്ടേഷൻ ആണോ നിൽക്കുന്നതെന്ന്. നമുക്ക് കളർ ചേഞ്ച് വ്യക്തമായിട്ട് കാണിച്ചു തന്ന സോഫ്റ്റ്വെയറിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് കറക്റ്റായിട്ട് നോക്കിയാൽ മാർക്കറ്റ് ഒരു അപ്പ് ഡൗൺസ് മാർക്കറ്റിൽ ഉണ്ടാവും, പക്ഷേ അവിടുന്ന് റിവേഴ്സ് പോകുന്ന പോയിന്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ബാർ ചാർട്ടിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റ് ഓപ്പൺ ആയത് ഇന്നലത്തെ ഇന്നലെന്ന് പറഞ്ഞാൽ ഒരു ജാക്ക്പോട്ട് ട്രേഡ് തന്നെയായിരുന്നു. ഒരു നല്ലൊരു ഹ്യൂജ് ഡൗൺഫോൾ 1:50 അതായത് 2 മണിക്ക് ശേഷം മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയതും സെയിം അതേ ഡൗൺഫോളുമായിട്ടാണ്. എന്നാൽ അവിടെ നിന്നൊരു മാർക്കറ്റ് തിരിച്ച് കയറുന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു എൻട്രി എന്നുള്ളത് മാർക്കറ്റിൽ രാവിലെ കിട്ടിയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് സൈഡ് വേസ് കാണിച്ചിട്ട് ഒരു ബൈ ട്രെൻഡ് തന്നത് കുറച്ച് കയറിയിട്ടാണ്. അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സും പോയിട്ടുണ്ട്. റിവേഴ്സ് പോയി സെല്ലും തന്ന് തിരിച്ച് എഗെയിൻ കയറിയിട്ട് മാർക്കറ്റ് പിന്നീടാണ് ഒരു ഡൗണിലേക്ക് 1.5 ശേഷമാണ് ഒരു പ്രോപ്പർ ഡൗൺഫോൾ മാർക്കറ്റിലുണ്ടായത്. അതിന് മുമ്പ് വരെ മാർക്കറ്റിൽ ഒരു എൻട്രിയും നമുക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പ്രോപ്പർ ലോസിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പം ഇതുപോലത്തെ സിഗ്നൽസ് നിങ്ങൾക്ക് ഈ സിഗ്നൽ ഇപ്പോൾ ബൈ നോക്കുകയാണെങ്കിൽ ഇവിടെ സോഫ്റ്റ്വെയർ തന്നത് പ്രകാരം കൺഫർമേഷൻസ് ഓക്കെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് പോയതിന് ശേഷം ബൈ വന്നതിന് ശേഷമാണ് നമ്മൾ എടുത്തത്. അന്ന് കഴിഞ്ഞിട്ടും നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് പോയി. അപ്പം ഇതുപോലത്തെ സിഗ്നൽസ് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ്. നമുക്ക് സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ അതായത് പ്രോപ്പർ ഒരു ബൈ, ഇപ്പോൾ ഇന്നലെ നോക്കി ഇന്നലത്തെ മാർക്കറ്റ് ഇതേപോലെ സെൽ സിഗ്നൽ മാർക്കറ്റ് തന്നിരുന്നു. അത് സെല്ല് പ്രോപ്പർ ഒന്ന് ഡൗൺ ആയതിനു ശേഷം പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് പോയി താഴ്ത്തിറങ്ങി. പക്ഷേ ഇന്നിപ്പം സിഗ്നൽ വന്നിട്ട് മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈ വന്നിട്ടും നിഫ്റ്റിയിലൊരു ബൈ വരുന്നില്ല. അതായത് കുറച്ച് കയറിയതിന് ശേഷം കുറച്ച് മെല്ലേക്ക് എത്തിയതിനു ശേഷമാണ് സോഫ്റ്റ്വെയർ സിഗ്നൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു പൊസിഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ, അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. അതായത് ഇത്രയും മെല്ലിൽ കയറിയിട്ടും സോഫ്റ്റ്വെയർ സിഗ്നൽ തരാതിരിക്കുന്ന ഒരു പൊസിഷൻ എത്തുമ്പോൾ അവിടെ നിന്നൊരു ചെറിയ കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലത്തെ സിഗ്നൽ കൺഫേം ആകുകയാണെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് പ്രോപ്പർ നെക്സ്റ്റ് അതായത് കൺഫർമേഷന് ശേഷം നെക്സ്റ്റ് വരുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അവിടെ നിന്നൊരു സിഗ്നൽ എടുത്താൽ മതിയാവും. കാരണം അത്രയും കയറിയിട്ട് സിഗ്നൽ തരുമ്പോൾ അവിടെ നിന്ന് ഒബ്വിയസ്ലി മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് അടിച്ചതിന് ശേഷമേ പിന്നെ ബ്രേക്ക് ഔട്ട് തരുള്ളൂ അഥവാ പോയാലും. അത് കാരണം നമുക്ക് കൺഫർമേഷൻ വന്നതിന് ശേഷം പ്രോപ്പർ ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ പിടിച്ചിട്ട് എടുക്കുക. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെഡ് കളർ സ്റ്റാർ, അത് ഓട്ടോമാറ്റിക്കലി ഓരോ ക്യാൻഡലിനെയും മുകളിലും താഴെയായിട്ട് നിങ്ങൾക്ക് തരും.
ഒരു റിവേഴ്സ് ചാൻസിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവും. അതോടൊപ്പം അതല്ല നിങ്ങൾ എടുത്തു പോയി എന്ന് വിചാരിക്കുക, ആ എടുത്ത് പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ കാണുന്ന പൊസിഷനിലേക്ക് കട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സിഗ്നൽ കൺഫേമായി ബ്രേക്ക് ചെയ്ത് കയറുന്നുണ്ട്, നമുക്ക് ആക്ച്വലി ഓക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എൻട്രി എടുക്കാം. പക്ഷേ എൻട്രി എടുത്തു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആക്ച്വലി റിവേഴ്സ് പോവുകയാണ് സോഫ്റ്റ് വൈറ്റ് കളർ കാണിക്കുമ്പോഴേ അവിടെ നിന്ന് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു അതായത് റിവേഴ്സ് പോകാൻ ചാൻസ് ഉള്ളപ്പോഴാണ് കളർ ചേഞ്ച് കാണുന്നത്, അവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറിയേക്കുക. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് സെല്ല് വന്നതിന് ശേഷം ഇതേപോലെ തന്നെ സിഗ്നൽ നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ ഈ ലെവലിൽ വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ബ്രേക്കൗട്ട് പോകാൻ തിരിച്ച് കയറിയിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ഇതേ മെത്തേഡ് പിന്നീട് സെയിം അതേ റിവേഴ്സ് മാർക്കറ്റ് പോകുമ്പോഴും അവിടെ നിന്ന് ബ്രേക്കൗട്ട് പോകാതെ എടുക്കരുത്. മാർക്കറ്റ് പ്രോപ്പറായിട്ട് കൺഫർമേഷൻ വന്നതിന് ശേഷം ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാരണം പ്രോപ്പർ ഇന്നലെ ഒരു നല്ലൊരു ഹ്യൂജ് ഡൗൺഫോളിന് ശേഷമുള്ള പിറ്റേ ദിവസം മാർക്കറ്റാണ്, അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ആകാൻ ഒന്ന് സമയമെടുക്കും, മാർക്കറ്റ് ഭയങ്കര കൺസോൾട്ടേഷൻ ആവും. വെറുതെ ഒരു ട്രേഡ് എടുത്ത് നമുക്ക് ആക്ച്വലി വെറുതെ ഒരു ലോസ് വരുത്തി വയ്ക്കുന്നില്ല, അർത്ഥമില്ല. പ്രോപ്പർ അതായത് കൺഫർമേഷൻ പോയതിനു ശേഷം പ്രോപ്പർ ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. സോഫ്റ്റ്വെയർ സുഖമായിട്ട് ആക്ച്വലി പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ളൊരു സിഗ്നൽസ് ഇതിൽ നിന്ന് കിട്ടും. അപ്പം ലാസ്റ്റത്തെ ഇപ്പം സെൽ സിഗ്നൽ പ്രകാരം നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഈ ലെവലിൽ നിന്നാണ് നമുക്കൊരു ബ്രേക്കൗട്ട് കിട്ടിയിരിക്കുന്നത് 17,052 ആ സമയത്ത് റേറ്റ് ആയിരുന്നു. അപ്പോൾ 200 പുട്ട് എടുക്കാം നമുക്ക് മുന്നോട്ട് നോക്കിയാൽ. നിഫ്റ്റിയുടെ പുട്ട് ഇപ്പം ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ബൈ സിഗ്നൽ വന്നു, അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 2.45 ബൈ വന്നിട്ടുണ്ട്. അപ്പം 12.45 2 12.45 ബൈ വന്നിട്ടുണ്ട്. 180 പോലെ ബൈ പറഞ്ഞ് നമ്മൾ പ്രോപ്പർ ബ്രേക്കൗട്ടിന് ശേഷം എടുത്തത് ഈ ഒരു പോർഷൻ ആണ്. സിഗ്നൽ പ്രകാരം നോക്കുമ്പോൾ ഓൾറെഡി ബൈ സോണിലായിരുന്നു, ഇന്നലെ തൊട്ടേ ബൈ സോണിലാണ്. ഇവിടെ ഒരു സെല്ല് വന്നതും കൺഫർമേഷൻ സോഫ്റ്റ്വെയർ തന്നിട്ടില്ല. അപ്പോൾ അതോടൊപ്പം ബ്രേക്കൗട്ട് പോയതിന് ഈ ഒരു ലെവൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തില്ല എന്ന് വിചാരിക്കുക, നമ്മൾ ഈ ഒരു ലെവൽ പിടിച്ചിട്ട് സുഖമായിട്ട് എടുക്കാം. ആ സമയം റേറ്റ് ആ സമയത്തെ ടൈം വരുന്ന അപ്രോക്സിമേറ്റ് 2 മണി 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഓക്കെ, അപ്രോക്സിമേറ്റ് നമ്മളെടുത്ത് 211 എടുത്തു. 211 നമ്മളെടുത്ത് നമ്മൾ അപ്രോക്സിമേറ്റ് 277 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേഡ് ഈ ഒരൊറ്റ ട്രേഡ് മതി നിങ്ങൾക്കൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ പ്രോപ്പർ ഒരു വെയിറ്റ് ചെയ്ത മാർക്കറ്റ് കൺസോൾട്ടേഷനാണ്, ഒരു നല്ലൊരു ട്രേഡ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പം ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വെച്ച് ശ്രദ്ധിച്ച് നോക്കിയിട്ട് സിഗ്നൽ എടുക്കുന്ന സിഗ്നൽ വന്നതിന് ശേഷം കൺഫർമേഷൻ വന്ന് പ്രോപ്പർ ബ്രേക്കൗട്ട് വിത്തിൻ 15 മിനിറ്റ്സിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ആ സിഗ്നൽ നേരെ ഹൈക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ സിഗ്നൽ മാത്രം പിക്ക് ചെയ്ത് ഒരു പ്രോഫിറ്റ് എടുക്കുക, കിട്ടുന്നതാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടിയിരിക്കും. കൂടുതൽ ഡൗട്ട്സിന് വേണ്ടി എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഗൈഡ് ചെയ്ത് തരാം എങ്ങനെ വർക്ക് ചെയ്യണം. താങ്ക് യു.